പഠിപ്പിച്ചത് ഭഗവതിയാണ് മക്കളെ. ആനയടിയുടെ മണ്ണിൽ ആൾബലം ഇനിയുമുണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ. 10 കൊന്ന് 100 കൊന്ന്. പക്ഷേ ആനയടിയുടെ കവാടം വരെ ഇവൻ എന്തിനെത്തിയോ അത് നേടിയേ മടങ്ങൂ. വാഴുന്ന മണ്ണിനും വടങ്ങുന്ന ദേവിക്കും കാളിയൻ കൊടുത്ത വാക്കാണത്. ഇവൻ കാളിയൻ, ധർമ്മരക്ഷയുടെ കാളിയൻ, ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശത്തിന്റെ കാളിയൻ, പടിഞ്ഞാറൻ ദേശത്തിന്റെ പരനായകൻ, സാക്ഷാൽ ചിറക്കൽ ഭഗവതി മകൻ, പത്മനാഭപ്രിയൻ, ഗജരഥ ഹിമവാൻ, ചിറക്കൽ കാളിദാസൻ. ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശത്തിന്റെ പടനായകനായി തന്റെ പേരും പെരുമയും ഇരട്ടിയാക്കി അവതരിക്കുകയാണ് കാളിയൻ. ആരും കത്തിക്കുന്ന സ്ഥാനമാനങ്ങളിലേക്ക് ആരവങ്ങളോടുകൂടി വഴി നടത്തുന്ന സാരഥി തൃക്കാരിയൂർ വിനോദേട്ടന്റെ കൈകൾ പിടിച്ചിട കടന്നു വരികയാണ് കാളി. ഇവൻ എതിരിടാനും എതിർത്ത് തോൽപ്പിക്കാനും വന്നവർക്ക് മുന്നിൽ എന്താണ് വിശ്വരൂപമെന്ന് കാണിച്ചു കൊടുത്തവൻ. അക്ഷമരായിരിക്കുന്ന ആരാധകരെ തൽക്ഷണ നേരം കൊണ്ട് ആവേശഭരിതമാക്കിയവൻ. തൃശ്ശൂർ പേരൂരിന്റെ രാജവീഥിയിൽ നിന്നും ആന കേരളത്തിന്റെ വിരിമാറിലേക്ക് അതിവേഗം ഉദിച്ചുയർന്നവൻ. വട്ടകവാളേന്തിയ സത്യസ്വരൂപിണിയുടെ മണ്ണിലെ വിസ്മയ തുല്യനായ ആൺകുട്ടി, ചിറക്കൽ ഭഗവതി ഇടംവലം തുണയായി നിൽക്കുന്ന മാതംഗ ശ്രീമാൻ, ഗജതാര ചക്രവർത്തിയുടെ വരവ്, ധർമ്മരക്ഷയുടെ പടനായകൻ, പത്മനാഭപ്രിയൻ, ചിറക്കൽ കാളി.